ശ്രീ നാരായണ നമ്പൂതിരി, ഇപ്പം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രഖ്യാപിച്ചതിന്റെ ഫോട്ടോ കോപ്പി എടുത്തൊരു ബജറ്റ് അവതരിപ്പിക്കുക ആണ് എന്നൊക്കെ പറയുന്ന കുറച്ച് കടന്ന കൈയല്ലേ? അതായത് ഇപ്പോൾ കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് കൃത്യമായി വിഹിതമുള്ള ഇടങ്ങളിലാണ് ഈ അവകാശവാദം ഉന്നയിക്കുക. ഇപ്പോ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന സംസ്ഥാന വിഹിതമില്ലേ? അത് 60 കോടി രൂപയോളം അതിന് വിലയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഉപജീവൻ മിഷൻ പദ്ധതിക്ക് സംസ്ഥാന വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേശീയപാത വികസനം കേന്ദ്ര സർക്കാരിന് മാത്രമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നാണോ? ഇതൊന്നുമല്ല. അപ്പോൾ സംസ്ഥാനത്തിന് പങ്ക് കൃത്യമായി വിനിയോഗിച്ച് മാത്രം നടത്തുന്ന പദ്ധതികളുടെ അവകാശവാദം സംസ്ഥാനത്തിന് പാടില്ലേ? മാധു, ജയിക്ക് ഈ എന്താ പറയണ്ടേ, ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈനിനെ കുറിച്ചൊക്കെ വാചാലനായി. ഈ ഗെയിൽ പൈപ്പ് ലൈൻ ആരാണ് ഇത്രയും താമസം വരുത്തിയത്? ആരാണ് ആ സമരത്തിൽ പങ്കെടുത്തത്? മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്കും ലൈൻ മാറ്റിയതാണോ? അപ്പോൾ കേരളത്തിൻ്റെ വികസനം ഇത്ര നാളും ഈ മുരടിപ്പിക്കുന്നതിൽ നല്ല പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരെ ഇപ്പോൾ CPM തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയിക്ക് അതിലൊത്തിരി അവകാശവാദം ഉന്നയിക്കരുത്. പിന്നെ റോഡ് വികസനത്തിന് ഈ വസ്തുവിലയുടെ 25% നൽകാമെന്ന് കേരളം അങ്ങോട്ട് വച്ച പ്രപ്പോസലാണ്. ആ പ്രപ്പോസലിൽ നിന്ന് കേരളം പുറകോട്ട് പോയി. ഇപ്പോൾ പുതിയതായി പ്രഖ്യാപിച്ച ഒരു റോഡ് നിർമ്മാണത്തിനും കേരളത്തിൻ്റെ വിഹിതമില്ല. അത് പൂർണ്ണമായി കേന്ദ്ര വിഹിതം കൊണ്ടാണ് ദേശീയപാതയുടെ വികസനം നടക്കുന്നത്. ശരിയാണ് മാധു ചോദിച്ച ചോദ്യം ശരിയാണ്. കേന്ദ്രത്തിൻ്റെ അപ്പോൾ പിന്നെ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നില്ല. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലെ 85% പദ്ധതികളും കേന്ദ്ര ബജറ്റിൻ്റെ ചോട് പിടിച്ച് കേന്ദ്ര പദ്ധതികളുടെ ചോട് പിടിച്ചുള്ള പദ്ധതികളാണ്. കേരളത്തിൻ്റെ തനതായി എന്താണ് ഞാൻ ചോദിച്ചല്ലോ, എന്തുകൊണ്ടാണ് നികുതി പിരിവ് കാര്യക്ഷമമാക്കാൻ ഒരു അതിനെക്കുറിച്ചൊരു പരാമർശം പോലുമില്ലല്ലോ? കേരളത്തിൻ്റെ ഇപ്പോൾ ടൂറിസം മേഖലയിൽ കേന്ദ്ര പദ്ധതിയിലെ കേന്ദ്ര ബജറ്റിൽ ടൂറിസത്തിന് ഇത്തവണ ഒത്തിരി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ പ്രാധാന്യത്തിന് കേരളത്തിൽ ഉണ്ടാവണം. വിമർശനങ്ങളുണ്ടായിരുന്നു. കാരണം രാജ്യത്ത് വേറെ എവിടെയും ഇല്ലാത്ത രീതിയിൽ കേരളത്തിന് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്നു എന്ന കാര്യം തുടർച്ചയായി നിതിൻ ഗഡ്കരിയുടെ അടക്കം നടത്തിയ ചർച്ചകളിൽ ഉന്നയിച്ച് നിതിൻ ഗഡ്കരി തന്നെ കേരളത്തിൽ വന്നതിന് മറുപടി പറഞ്ഞ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു സമവായം ഉണ്ടാവുകയാണ് ചെയ്തത്. പിന്നോട്ട് പോവുക മുന്നോട്ട് വരിക എന്നൊന്നുമല്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അങ്ങനെ ഒരു ഡയലോഗ് പാടില്ലേ? മാധു ഇത് ആരാണ് പറഞ്ഞത്? രാജ്യത്ത് വേറെ ഒരിടത്തും ഇല്ല. ഭൂമി വില വളരെയധികം വർദ്ധിച്ച എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം കൂടി ദേശീയപാത വികസനത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് കർണാടക കൊടുക്കുന്നുണ്ട്, മഹാരാഷ്ട്ര കൊടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രമായൊരു പ്രത്യേകതയല്ല. കാരണം ഭൂമി വിലയിൽ വലിയ വർധനവുള്ള രാജ്യങ്ങൾ അല്ല, ഞാൻ അപമാനകരമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അപമാനകരമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ ആ ദേശീയപാത വികസനത്തിൻ്റെ അല്ലെങ്കിൽ മത്സ്യസമ്പദ യോജനയുടെ കേന്ദ്രത്തിനെ കുറ്റം പറയുകയും കേന്ദ്ര പദ്ധതികളെ കുറിച്ച് വാചാലമാകുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പുണ്ടല്ലോ. ബജറ്റിൽ പോലും കേന്ദ്രം ഞെരുക്കുന്നു. എവിടെയാണ് കേന്ദ്രം ഞെരുക്കുന്നത്? ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ 25 ലക്ഷം കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ബജറ്റിൽ ഏറെക്കുറെ ഒരു 73,000 കോടി സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിരുന്നു എന്ന് ധനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ പകുതി മാത്രമാണ് നമുക്ക് കിട്ടിയതെന്ന്. പകുതി കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അനുബന്ധ പദ്ധതികൾ പ്രഖ്യാപിക്കാതെ ബജറ്റിൽ വെക്കണോ? മാധു അങ്ങനെ ചോദിച്ചു പോയിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചോദിക്കൂ. ഒന്ന്, ധനകാര്യ 10ാം ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. 25 വർഷം മുമ്പുള്ള ഒരു ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഇപ്പോഴുള്ള 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചിട്ട് എന്താ കാര്യം? 2022 തീരുന്ന GST നഷ്ടപരിഹാരം, ആ 22 തീരുമെന്നുള്ളത് GST നടപ്പിലാക്കിയപ്പോൾ തീരുമാനിച്ചതാ. അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്താ കാര്യം? 15ാം ധനകാര്യ കമ്മീഷൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അത് ഓരോ വർഷവും എത്ര നൽകുമെന്ന് ആ ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. അത് 16ാം ധനകാര്യ കമ്മീഷൻ്റെ കാലമാകുമ്പോൾ ഇനി ഞങ്ങൾക്ക് ആ റവന്യൂ ഡെഫിസിറ്റ് കിട്ടാനില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? GST നഷ്ടപരിഹാരം കിട്ടാനില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എൻ്റെ ചോദ്യം ഇതാണ്. കഴിഞ്ഞ 10 വർഷം കേന്ദ്രം കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രം നൽകിയ പിന്തുണ, അതിനു മുമ്പ് ലഭിച്ച തുക,
അത് പറയണ്ടേ? ശരി, അതും കൂടെ ഞാൻ ഒന്ന് പറയട്ടെ. ശ്രീ അപ്പോൾ ബി എ പറയാം, പ്രകാശിലേക്ക് കേന്ദ്രം പോവുകയാണ്. ശ്രീ ബി എ പ്രകാശ് എന്നോട് അവഗണിച്ചതാണോ, ക്ഷമിക്കണം, അതോ ചെറിയ പരിഗണിച്ചതാണോ സാങ്കേതിക എന്ന്. പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ആ കണക്കൊന്നും ഏഴരയ്ക്ക് അങ്ങ് പറയാതെ, ഈ ചർച്ച തുടങ്ങിയ ആ സമയത്ത് അങ്ങയിലേക്ക് കണക്കൊന്നും വരാൻ പറയാതെ കഴിയാതിരുന്നത്. നാഴികയ്ക്ക് അങ്ങനോട് 40 ക്ഷമിക്കണം, ഞാൻ അത് കേന്ദ്രത്തിനെ മുൻകൂറായി പറഞ്ഞുകൊണ്ടാണ് അങ്ങയിലേക്ക് വരുന്നത്. കുറ്റപ്പെടുത്തുന്നതിന്റെ അർത്ഥം